അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൂന്നാം ക്ലാസ്സിൻ്റെ അഖീദയുടെ ചോദ്യപേപ്പർ അവലോകനമാണ് നമ്മൾ നടത്തുന്നത്. ഒന്നാമത്തത്, ശരി നൽകാം. അസ്രായിൽ അലൈഹിസ്സലാമിന്റെ ഡ്യൂട്ടികൾ എന്താണ്? ഡ്യൂട്ടി കൈപിടിക്കൽ, റൂഹുകളെ പിടിക്കൽ, തല പിടിക്കൽ. അപ്പോൾ റൂഹുകളെ പിടിക്കൽ. റിദ്വാൻ അലൈഹിസ്സലാം നരകം കാക്കൽ, ഭൂമി കാക്കൽ, സ്വർഗം കാക്കൽ. അപ്പോൾ സ്വർഗം കാക്കൽ. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവർ. മാലിക് അലൈഹിസ്സലാം നരകം കാക്കൽ. റഖീബ് അതീദ് അലൈഹിസ്സലാം നന്മ തിന്മകൾ എഴുതൽ. ഇനി പൂർത്തിയാക്കാം. അള്ളാഹുവിന് ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്. അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്. ആരാധനക്കർഹൻ സർവലോകരക്ഷിതാവായ അള്ളാഹു മാത്രമാകുന്നു. ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് മലക്കുകളിൽ വിശ്വസിക്കലാണ്. ഇനി ഇവിടെ പട്ടിക പൂർത്തിയാക്കാനാണ്. നബിമാരെ പേര് തന്നിട്ടുണ്ട്, അവരെ കിതാബുകൾ, അതിന്റെ ഭാഷ എഴുതാൻ വേണ്ടിയാണ്. മുഹമ്മദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവർക്ക് ഇറക്കപ്പെട്ട കിതാബ് ഏതാണ്? ഖുർആൻ. ഖുർആനിന്റെ ഭാഷ ഏതാണ്? അറബിയാണ്. ഇനി മൂസാ നബി അലൈഹിസ്സലാം കിതാബ് ഏതാ? തൗറാത്താണ്. തൗറാത്തിന്റെ ഭാഷ ഏതാണ്? ഹിബ്രു ആണ്. ഇനി അടുത്തത് സബൂർ ആണ്. സബൂർ ഏത് നബിക്കാണ് ഇറക്കപ്പെട്ടത്? സബൂർ ദാവൂദ് നബിക്കാണ് ഇറക്കപ്പെട്ടത്. ഭാഷ ഏതാണ്? സബൂറിന്റെ ഭാഷ യുനാനി. അതുപോലെ ഈസാ അലൈഹിസ്സലാം ഇറക്കപ്പെട്ട കിതാബ് ഏതാ? ഇൻജീലാണ്. അതുപോലെ അതിന്റെ ഭാഷ ഏതാണ്? സുറിയാനിയാണ്. ഇനി അടുത്തത് ഉത്തരം എഴുതാം. ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്ക്? ഖുർആൻ ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ എല്ലാ ജനങ്ങൾക്കും, ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗനിർദ്ദേശമാണ്. ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ടാണ്? 23 വർഷം കൊണ്ടാണ്. മലക്കുകൾ ആരാകുന്നു? ആരാണ് മലക്കുകൾ? അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു എന്തിന്? വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. ഇനി 3 എഴുതാം. മലക്കുകളുടെ വിശേഷണങ്ങളിൽ നിന്ന് 3 എഴുതാം. നമ്മൾ ചില വിശേഷണങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല, അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല, അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല. 3 എഴുതിയാൽ മതി. ഇനി പൂരിപ്പിക്കാനാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇതാണ് 3ാം ക്ലാസ്സിലെ അഖീദയുടെ ആൻസറുകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.